യുകെയുടെ തെക്കേ തീരത്തോടടുത്ത് ഇംഗ്ലീഷ് ചാനലിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ദ്വീപാണ് ഐൽ ഓഫ് വൈറ്റ്. ഇത് എന്നും സഞ്ചാരികളുടെ ഒരു പറുദീസയായി അറിയപ്പെടുന്നു. രാവിലെ 6:30 തന്നെ സിസ്റ്ററിന്റെ വീടുള്ള അക്സ്ബ്രിഡ്ജിൽ നിന്നും ബസ് പിടിച്ച് സൗത്ത് ഹോളിലേക്ക് പോയി. അവിടെ നിന്നാണ് ഞങ്ങൾക്ക് ഐൽ ഓഫ് വൈറ്റിലേക്ക് പോകാനുള്ള സ്റ്റാർ ടൂറിസിന്റെ കോച്ച് 7 മണിക്ക് പുറപ്പെടുക. ബസ് 7 മണിക്ക് തന്നെ എത്തിച്ചേർന്നു. ടിക്കറ്റ് ചെക്ക് ചെയ്ത് ഞങ്ങളെ അകത്ത് കിടത്തി. പ്രത്യേകം ബുക്ക് ചെയ്തതിനാൽ ഫ്രണ്ട് സീറ്റ് തന്നെ കിട്ടി. നല്ലപോലെ കാഴ്ചകൾ കാണാനും ഫോട്ടോ എടുക്കാനും സൗകര്യപ്രദം തന്നെ. ബസ് നിറയെ ആളുകളുണ്ട്. മിക്കവാറും നോർത്ത് ഇന്ത്യൻസ് ആണ്. ഞങ്ങളെയും വഹിച്ചുകൊണ്ടുള്ള കോച്ച് പോർട്സ്മൗത്ത് ലക്ഷ്യമാക്കി കുതിച്ചു. പോർട്സ്മൗത്ത് യുകെയിലെ സൗത്ത് കോസ്റ്റിലുള്ള ഒരു പോർട്ട് സിറ്റിയും UK നാവികസേനയുടെ ഒരു തന്ത്രപ്രധാനമായ കേന്ദ്രവും കൂടിയാണ്. ഇവിടുത്തെ പോർട്ടിൽ നിന്നാണ് ഞങ്ങൾക്ക് ഇംഗ്ലീഷ് ചാനൽ കടന്ന് ഐൽസ് ഓഫ് വൈറ്റിലേക്ക് പോകാനുള്ള ഫെറി അടുക്കുന്നത്. വൈറ്റ് ലിങ്ക് എന്നു പേരുള്ള ഒരു ഫെറി സർവീസാണ് ഇത് ഓപ്പറേറ്റ് ചെയ്യുന്നത്. ഫെറിയിലേക്ക് കയറാനുള്ള ഞങ്ങളുടെ ഊഴവും കാത്ത് കോച്ച് കാത്തുകിടന്നു. അപ്പോഴേക്കും അകലെ നിന്ന് ഞങ്ങൾക്ക് പോകാനുള്ള ഫെറി പതിയെ വരുന്നത് കാണാമായിരുന്നു. 3 നിലകളുള്ള ഒരു കൂറ്റൻ ഫെറിയായിരുന്നു അത്. കുറെ കൂടി അടുത്തു വന്നപ്പോൾ പേര് വ്യക്തമായി ഒന്ന് വായിക്കുവാൻ ശ്രമിച്ചു. വിക്ടോറിയ ഓഫ് വൈറ്റ് എന്നാണ് ഞങ്ങൾക്ക് പോകാനുള്ള ഫെറിയുടെ പേര്. ഒരു വെളുത്ത കൊട്ടാരം കടലിലൂടെ ഒഴുകി വരുന്നത് പോലെ. ഗേറ്റ് തുറക്കാനായി ഒരു ജോലിക്കാരൻ അക്ഷമനായി കാത്തു നിൽക്കുന്നുണ്ട്. സിഗ്നൽ കിട്ടിയ ഉടൻ തന്നെ ഗേറ്റ് തുറന്ന് ഞങ്ങളെയും വഹിച്ചുകൊണ്ട് കോച്ച് പതിയെ ഫെറിയിലേക്ക് ഓടിച്ചു കയറ്റി. യാത്രികർക്ക് ഇതൊരു പുതിയ ദൃശ്യ അനുഭവമായതിനാലാവാം എല്ലാവരും ആവേശത്തിമിർപ്പിലാണ്. പലരും ഫോട്ടോയും മറ്റും എടുക്കുന്നുണ്ട്. കാറുകളിലും ട്രക്കുകളിലും ബൈക്കുകളിലുമായി അവധിക്കാലവും വേനൽക്കാലവും ചിലവഴിക്കുവാനായി ധാരാളം ആൾക്കാർ കയറി കൂടിയിട്ടുണ്ട്. ഒരു ജോലിക്കാരൻ കോച്ച് പാർക്ക് ചെയ്യുന്നതിനുള്ള നിർദ്ദേശങ്ങൾ നൽകുന്നുണ്ട്. പാർക്ക് ചെയ്ത് കഴിഞ്ഞ ഉടൻ എല്ലാവരും ബസ്സിൽ നിന്നും ഇറങ്ങി മുകളിലത്തെ ഡെക്കിലേക്ക് പോകുവാൻ നിർദ്ദേശം ലഭിച്ചു. ബസ് പാർക്ക് ചെയ്തിരിക്കുന്ന ഡെക്ക് 1 പ്രത്യേകം ശ്രദ്ധിക്കുവാൻ ആവശ്യപ്പെട്ടു. സ്റ്റെപ്പ് കയറി മുകളിലേക്ക്. മുകളിലത്തെ ഡെക്കിൽ എത്തിയപ്പോഴേ കാഴ്ച വളരെ വശ്യമനോഹരമായിരിക്കുന്നു. അനന്തമായ കടൽ നീണ്ടു കിടക്കുന്നു. അതിലൂടെ ആഡംബര നൗകകൾ ഒഴുകി നീങ്ങുന്നു. എല്ലാവരും ആവേശത്തോടു കൂടി ചുറ്റും നടന്ന കാഴ്ചകൾ കാണാൻ ആരംഭിച്ചു. അകലെ പോർട്സ്മൗത്തിന്റെ കെട്ടിടങ്ങൾ ഉയർന്നു നിൽക്കുന്നു. വലിയൊരു ഡെക്കാണത്. അതിൻ്റെ ചില്ലുജാലകങ്ങളിലൂടെ നീണ്ട കടൽ പരപ്പുകളിലെ കാഴ്ചകൾ. അവിടെ ഒരു കഫേയുണ്ട്. ആവശ്യാനുസരണം കോഫിയും സ്നാക്സും വാങ്ങി കഴിക്കുകയും ചെയ്യാം. ഒരു വശത്ത് നോക്കിയാൽ പോർട്സ്മൗത്തിന്റെ പോർട്ടിന്റെ അനേകം നിർമ്മിതികൾ ഉയർന്നു നിൽക്കുന്നു. മറുവശത്ത് അനന്തമായി നീണ്ടുകിടക്കുന്ന ഇംഗ്ലീഷ് ചാനൽ. വിസ്മയകരമായ കാഴ്ചകൾ കണ്ട് ചുറ്റും പരതിയിരിക്കുമ്പോഴേക്കും ഒരു അനൗൺസ്മെന്റ്. The captain of Victoria of White would like to draw your attention to this important safety announcement and to the passenger emergency instructions displayed around the ship. During the crossing, you're not allowed to go back to the car decks. For safety reasons, you must stay in the lounges or on the outside decks. Smoking, including e-cigarettes, is not allowed, even on the outside decks. Please supervise your children while you're on board, and for security reasons, please keep your personal belongings with you at all times. ഏറ്റവും മുകളിലുള്ള ഓപ്പൺ ഡെക്കിലേക്ക് പോയാൽ വേറൊരു ദൃശ്യാനുഭൂതിയാണ് പകർന്നു കിട്ടുക. ഇപ്പോൾ ചുറ്റിനും നീല ജലാശയം മാത്രം. നല്ല വെയിലുണ്ട്, എങ്കിലും അധികം ചൂടില്ലതാണ്. ഇളം സൂര്യന്റെ പൊൻകിരണങ്ങൾ ഓളപ്പരപ്പുകളിൽ ചിതറി വെള്ളി ഉരുക്കിയ പോലെ മനോഹരമായ കാഴ്ച. ഏകദേശം 45 മിനിറ്റ് യാത്ര ചെയ്തപ്പോഴേക്കും ഞങ്ങൾക്ക് താഴെ കോച്ചിൽ പോയിരിക്കാനുള്ള നിർദ്ദേശം ലഭിച്ചു. ഐൽ ഓഫ് വൈറ്റിലെ ഫിഷ്ബോൺ എന്ന പോർട്ടിലാണ് ഞങ്ങളുടെ ഫെറി എത്തിച്ചേർന്നിരിക്കുന്നത്. ഫെറിയിൽ നിന്നും ഞങ്ങളെയും വഹിച്ചുകൊണ്ട് കോച്ച് ഐൽ ഓഫ് വൈറ്റിന്റെ ഭൂമിയിലേക്ക് ഓടിച്ചു കയറ്റി. ഗൈഡ് ഐൽ ഓഫ് വൈറ്റിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് വിശദീകരിക്കുന്നുണ്ട്. റോയൽ ഫാമിലിയും മറ്റും വേനൽക്കാല അവധി ചെലവഴിക്കുവാൻ വരുന്ന സ്ഥലമാണത്രേ. അവിടുത്തെ ദൃശ്യവിസ്മയങ്ങൾ കണ്ടപ്പോൾ അത് അതിശയോക്തിയായി തോന്നിയില്ല. അത്ര മനോഹരമായ സ്ഥലങ്ങൾ. ഏകദേശം 1 മണിക്കൂറോളം യാത്ര ചെയ്ത് ആദ്യമായി ഞങ്ങൾ എത്തിച്ചേർന്നത് നീഡിൽസ് എന്ന സ്ഥലത്തേക്കാണ്. സമയം ഏകദേശം 10:30 ആയിരിക്കുന്നു.
ഇവിടുത്തെ മുഖ്യ ആകർഷണം ചെയർ ലിഫ്റ്റ് എന്നു പേരുള്ള ഒരു സംഭവമാണ്. ഒരു കുന്നിൻ മുകളിലാണ് ഞങ്ങളുള്ളത്. അതിന് വളരെ താഴെയായി ആലംബെ എന്ന ബീച്ച് ആണുള്ളത്. മുകളിൽ നിന്നും മെറ്റൽ ചെയറിൽ കയറി ഇരുന്ന് ഒരു റോപ്പ് വേയിലൂടെ ഉയരത്തിലൂടെ താഴെ ബീച്ചിൽ എത്തിക്കുന്ന പദ്ധതിയാണിത്. ടിക്കറ്റൊക്കെ എടുത്ത് ഞങ്ങളതിൽ കയറിക്കൂടി. ഇടതൂർന്ന് കാട് പോലെ തോന്നിക്കുന്ന നീണ്ട വൃക്ഷത്തലപ്പുകളുടെ ഇടയിൽ അവയെ തൊട്ടുരുമിയാണ് യാത്ര. താഴേക്ക് നോക്കിയാൽ ചിലർക്ക് ഭയം തോന്നിയേക്കാം. അകലെ നീലാകാശത്തിന്റെ പശ്ചാത്തലത്തിൽ ചെയർ ലിഫ്റ്റിലൂടെ മുകളിലേക്കും താഴേക്കും പോകുന്ന സഞ്ചാരികൾ. അങ്ങകലെ കടലിന്റെ നീലിമ പതിയെ വ്യക്തമായി തുടങ്ങി. കാടിന്റെ ഇരുണ്ട നിഴലുകൾ മാറി തെളിഞ്ഞ വെയിലും അതിമനോഹരമായ ദൃശ്യങ്ങളും പതിയെ വ്യക്തമായി തുടങ്ങി. പുറകിലേക്ക് നോക്കിയാൽ അകലെ നിന്ന് ബാക്കിയുള്ളവർ പതിയെ വരുന്ന കാഴ്ച കാണാം. ആഷയ്ക്ക് അല്പസ്വല്പം ഭയമൊക്കെ ഉള്ളിലുണ്ടെങ്കിലും ധൈര്യമുള്ളതുപോലെ അഭിനയിക്കുന്നതായി തോന്നി. ഒരു ഉൾക്കിടലമൊക്കെ ഉണ്ടെന്നുള്ളതാണ് സത്യം. ചുറ്റിനുമൊന്ന് വീക്ഷിച്ചാൽ വളരെ അത്ഭുതകരമായ വിസ്മയ കാഴ്ചകളാണ് കാണാനാവുക. താഴെ മലയും കാടും കടലും നീലാകാശവും ഇടകലർന്ന അത്യപൂർവമായ ഒരു ആകാശ കാഴ്ച. മലകൾക്കിടയിലൂടെ അകലെ നീർച്ചാല് പോലെ ഒരു പാത. പുറകിൽ മുകളിലേക്ക് നോക്കിയാൽ പിറകെ വരുന്നവരുടെ ആകാശ ദൃശ്യങ്ങൾ പാരച്യൂട്ടിൽ പറന്നിറങ്ങുന്നത് പോലെ തോന്നിക്കുന്നു. സൂര്യരശ്മികൾ അവരെ വലയം തീർക്കുന്നത് പോലെ. താഴെ വീണ്ടും വർണ്ണങ്ങളുടെ ഒരു സങ്കലനം. തീരത്തോടടുത്തുള്ള ജലത്തിന് പച്ച നിറം. അകലെയായി കടൽ നീലയാകുന്നു. അങ്ങനെ അകന്നകന്നു പോകുന്നു. ഇവിടെ നിന്നുമുള്ള ഒരു വിഹക വീക്ഷണം അതിശയകരമായൊരു കാഴ്ച തന്നെ. താഴെ കാണുന്ന ആ പ്ലാറ്റ്ഫോമിലാണ് ഞങ്ങൾക്ക് ഇറങ്ങേണ്ടത്. അവിടേക്ക് പതിയെ പതിയെ അടുത്തുകൊണ്ടിരുന്നു. അലയടിക്കുന്ന കടൽ തീരത്ത് ഒരു വെളുത്ത പൂക്കൾ വിരിയിക്കുന്നത് പോലെ. ഞങ്ങൾ മൊബൈലും മറ്റും ബാഗിൽ വെച്ച് ഇറങ്ങാൻ തയ്യാറായിരുന്നു. എത്തിയപ്പോഴേക്കും സഹായിക്കാൻ ഒരാളുണ്ട്. അദ്ദേഹം ബാരിയറൊക്കെ എടുത്തു മാറ്റി പെട്ടെന്ന് ഇറങ്ങാൻ പറഞ്ഞു. നമുക്ക് ഇറങ്ങാൻ പൂർണ്ണമായി നിർത്തിത്തരുമെന്ന എൻ്റെ ധാരണ പാടെ തെറ്റി. ഏതോ ഫിലിമിൽ വാഹനം നിർത്തുന്നതിന് മുമ്പ് ശ്രീനിവാസൻ ചാടി ഇറങ്ങിയതുപോലെ ഒന്ന് മുന്നോട്ടാഞ്ഞു. പുറകിലേക്ക് കുട്ടികൾ വീഴുമോ എന്ന ആശങ്കയോടെ നോക്കിയപ്പോൾ ആ ധാരണ തെറ്റി അവർ പുഷ്പം പോലെ ഇറങ്ങി വരുന്ന കാഴ്ചയാണ് കണ്ടത്. പുതിയ തലമുറയെ വിലയിരുത്തുന്നതിൽ നമുക്ക് പറ്റുന്ന അപാകതകളാകാം കാരണം. പിന്നാലെ സിസ്റ്ററും മറ്റും കൂളായി വന്നിറങ്ങുന്നത് കണ്ടു. എനിക്ക് ഇത്തിരി ആവേശം കൂടിയതിനാൽ ചാടി ഇറങ്ങാൻ ശ്രമിച്ചതാവാം. അവിടെ നിന്ന് ഒരു നീണ്ട തടിപ്പാലം കടന്ന് ബീച്ചിന്റെ വിരിമാറിലെ ദൃശ്യങ്ങളിലേക്ക്. താഴെ എത്തിയയുടൻ എല്ലാവരും ഫോട്ടോ എടുക്കാൻ ആരംഭിച്ചു. ഇത്തരം ദൃശ്യങ്ങൾ കണ്ടാൽ ഒന്ന് ഫോട്ടോ എടുക്കാൻ ആർക്കാണ് തോന്നാത്തത്? അകലെ ഇവിടുത്തെ പ്രത്യേകതകളായ ലൈറ്റ് ഹൗസും വൈറ്റ് റോക്കും ദൃശ്യമായി. കടലിലേക്ക് കുറെ നീണ്ടു നിൽക്കുന്ന ഒരു ചെറിയ തടിപ്പാലമുണ്ട് ഇവിടെ. അവിടെ നിന്നും അകലെ കാണുന്ന ലൈറ്റ് ഹൗസിലേക്ക് ബോട്ട് ട്രിപ്പുകളുണ്ട്. സ്ലോ ബോട്ട് സർവീസും ഫാസ്റ്റ് ബോട്ട് സർവീസുമാണുള്ളത്. ഞങ്ങൾ ഫാസ്റ്റ് ബോട്ട് സർവീസ് സെലക്ട് ചെയ്ത് തടിപ്പാലത്തിൽ കയറി കാത്തുനിന്നു. ലൈഫ് ജാക്കറ്റും മറ്റും തന്നിട്ടുണ്ട്. റിജിഡ് ഇൻഫ്ലേറ്റബിൾ ബോട്ട് എന്ന കാറ്റഗറിയിൽ പെടുന്ന ബോട്ടാണ്. ഉടൻ തന്നെ ബോട്ട് എത്തിച്ചേർന്ന് ഞങ്ങളതിൽ കയറി. ഏകദേശം 8 പേരോ മറ്റുമാണ് ബോട്ടിലെ യാത്രക്കാർ. ചെറിയൊരു ആശങ്കയുണ്ട്, കാരണം സീറ്റ് ബെൽറ്റും മറ്റുമില്ല. മുന്നിൽ പിടിക്കാനായി ചെറിയൊരു മെറ്റൽ റെയിൽ മാത്രം. കടലിലെ കുഞ്ഞോളങ്ങളിൽ ഞങ്ങളുടെ ബോട്ട് ഓളം വെട്ടുന്നുണ്ട്. അങ്ങകലെ വെള്ളിമേഘങ്ങൾ കടലിൽ തൊട്ടുരുമുന്നു. ദൂരെ കാണുന്ന അതാണ് ഇവിടുത്തെ പ്രധാന അട്രാക്ഷനായിട്ടുള്ള ലൈറ്റ് ഹൗസ്. അത് കാണാനാണ് ഈ യാത്ര.
ഞങ്ങൾക്ക് പിറകിൽ പതയുടെ വെള്ളിച്ചില്ലുകൾ വിതറി ഓളങ്ങളെ കീറിമുറിച്ചുകൊണ്ട് ബോട്ട് മുന്നോട്ട് പാഞ്ഞു. നല്ല സ്പീഡും കുലുക്കവുമുണ്ട്. ഫോട്ടോ എടുത്തുകൊണ്ടിരുന്ന ക്യാമറയും ഫോണും മറ്റും കയ്യിൽ വളരെ മുറുകെ പിടിച്ചിരിക്കുന്നു. ഒരു നല്ല കുലുക്കത്തിൽ അത് കടലിൽ വീണുപോയാൽ പിന്നെ ഗോവിന്ദ ഗോവിന്ദ എന്ന പാട്ടും പാടി തിരിച്ചു പോരേണ്ടി വരും. ഞങ്ങളുടെ ബോട്ട് ലൈറ്റ് ഹൗസിന് കുറേ അടുത്തായി വന്ന് സ്ലോ ചെയ്തു. ഫോട്ടോ എടുക്കാനും കുറേ അടുത്ത് കാണുവാനും വേണ്ടിയാവാം. യാത്രക്കാർ ഫോട്ടോയും വീഡിയോസും മറ്റും എടുക്കാൻ ആരംഭിച്ചു. വെളുപ്പും ചുവപ്പും ഇടകലർന്ന് പെയിന്റ് അടിച്ച ഭീമാകാരമായ ഒരു സ്ട്രക്ചർ വളരെ അകലെ നിന്ന് കാണുവാൻ വേണ്ടിയാവാം. ഓളം വെട്ടുന്ന പളുങ്ക് ജലത്തിൽ ഉയർന്നു നിൽക്കുന്ന ലൈറ്റ് ഹൗസിനടുത്തായി നിരനിരയായി നിൽക്കുന്ന പർവ്വതങ്ങൾ പോലെ ഉയർന്നു നിൽക്കുന്ന വെളുത്ത ചോക്ക് റോക്സ്. ഇവയിലൊന്ന് ഒരു സൂചി പോലെ മുകളിലേക്ക് കൂർന്നു നിൽക്കുന്ന ഒരു സ്ട്രക്ചർ ആയിരുന്നു. അതിനാലാണ് ഈ സ്ഥലത്തിന് നീഡിൽസ് എന്ന പേര് വന്നത്. 1764 ഒരു ക്രാഷിൽ ഇത് കടലിലേക്ക് തകർന്നടിയുകയുണ്ടായി. വേലിയിറക്കം ഉണ്ടാകുമ്പോൾ ഇപ്പോഴും അതിൻ്റെ അഗ്രഭാഗം കാണാമത്രേ. ഇതുവഴി വരുന്ന കപ്പൽ യാത്രക്കാർക്ക് ഈ പാറക്കെട്ടുകൾ അപകടം ആയതിനാലാണ് ഈ ലൈറ്റ് ഹൗസ് ഒരു അപകട സൂചനയായി പ്രവർത്തിച്ചു വന്നിരുന്നത്. 14 മൈൽ അകലെ വരെ ഇതിൻ്റെ പ്രകാശം കാണാമായിരുന്നത്രേ. പുരാതന കാലത്ത് പല കപ്പലുകൾ ഇവിടെ തകർന്നടിഞ്ഞിട്ടുണ്ട്. 1994 വരെ ലൈറ്റ് കീപ്പേഴ്സ് ഉണ്ടായിരുന്ന ഈ സ്ട്രക്ചർ പിന്നീട് ഫുള്ളി ഓട്ടോമേറ്റഡ് ആക്കി മാറ്റുകയാണ്. കുറേ നേരം നിർത്തിയിട്ടതിന് ശേഷം ചോക്ക് റോക്സിൻ്റെ അടുത്തുകൂടി ഒന്ന് വളച്ച് തിരിച്ചുള്ള യാത്രയാണ്. അകലെ വെള്ളി മേഘങ്ങൾ പഞ്ഞിക്കെട്ടുകൾ പോലെ പാറി നടക്കുന്നു. സൂര്യൻ്റെ വെള്ളി രശ്മികൾ കണ്ണാടിച്ചില്ല് പോലെയുള്ള ജലത്തിൽ അടിച്ചു ചിതറുന്നു. വെളുത്ത പുക പോലെയുള്ള പത പുറകിൽ ശേഷിപ്പിച്ചുകൊണ്ട് നീല ജലാശയത്തെ കീറിമുറിച്ച് ഞങ്ങളുടെ ബോട്ട് തീരത്തേക്ക് മുകളിലേക്ക് ഞങ്ങൾ നടന്നു കയറുവാൻ തീരുമാനിച്ചു. ചെയർ ലിഫ്റ്റ് വേണമെങ്കിൽ ഉണ്ടായിരുന്നു. കുറെ നടന്നു കഴിഞ്ഞപ്പോഴാണ് ഈ മലകയറ്റം കഠിനമാണെന്ന് തോന്നിയത്. കുറെ ദൂരമുണ്ട്, കുത്തനെയുള്ള കയറ്റവും. ഇടയ്ക്ക് നിന്നും വിശ്രമിച്ചും നടത്തം തുടർന്നു. മുകളിൽ നിന്ന് താഴേക്ക് നോക്കിയാൽ അതിമനോഹരമായ കാഴ്ചകൾ. ഒരു തോട് പോലെ നീണ്ട് വളഞ്ഞു കിടക്കുന്ന പാത. താഴേക്ക് ഒന്നുകൂടി തിരിഞ്ഞു നോക്കി ഒരു ഫോട്ടോ കൂടി എടുത്തു. വശ്യസുന്ദരമായ കാഴ്ച. അടുത്തതായി ആലംബെ ഗ്ലാസ് ഹൗസ് എന്ന ഒരു അട്രാക്ഷനാണ് ഉള്ളത്. വിവിധതരം ഗ്ലാസ് ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്ന ഒരു സ്ഥലം. അതിൻ്റെ ഒരു ഡെമോൺസ്ട്രേഷൻ ഒരാൾ തകൃതിയായി നടത്തുന്നു. ആൾക്കാർ ചുറ്റിനും കൂടി നിന്ന് അത്ഭുതത്തോടെ കാണുന്നുണ്ട്. നല്ല കരവിരുതോടെ ഉരുക്കിയ ഗ്ലാസ് മൂശയിലൊഴിച്ച് തണുക്കാൻ വയ്ക്കുന്ന ഒരു പ്രോസസ്സ് ഞങ്ങൾ കണ്ടു. ഇവിടെ അടുത്തൊരു ഷോക്കേസിൽ വിവിധ വലുപ്പങ്ങളിലുള്ള ആകൃതിയിലുള്ള ഗ്ലാസ് ഉൽപ്പന്നങ്ങൾ നിരത്തി വച്ചിരിക്കുന്നു. ആഷ്ട്രേ, ഫ്ലവർ വെയ്സ്, പേപ്പർ വെയ്റ്റ്, കുപ്പികൾ, ഭരണികൾ, കപ്പുകൾ തുടങ്ങിയ വിവിധ തരം ഉൽപ്പന്നങ്ങൾ. അതെല്ലാം ഇവിടെ ഉണ്ടാക്കിയവ തന്നെയാണ്. അതിനടുത്തായി പല വർണ്ണങ്ങളിലുള്ള ഗ്ലാസ് ഉൽപ്പന്നങ്ങൾ നിരത്തി വച്ചിരിക്കുന്നു. വളരെ മനോഹരമായ കാഴ്ച. ഒരു കണ്ണാടിക്കൂട്ടിൽ വർണ്ണങ്ങളുടെ ഒരു വിസ്മയം തന്നെ തീർത്തിരിക്കുന്നു. ആഷയുടെ നോട്ടം കണ്ടിട്ട് എന്തെങ്കിലുമൊക്കെ വാങ്ങിയേ അടങ്ങുമെന്ന് തോന്നി. കൂടെ മകനും കൂടി ഡിസ്കഷൻ ആരംഭിച്ചു. രണ്ടുപേരുടെയും ചോയ്സുകൾ മിക്കവാറും 2 ധ്രുവങ്ങളിലായതിനാൽ വാങ്ങലൊന്നും നടക്കില്ല എന്ന് ഞാൻ മനസ്സിൽ കരുതി. അവിടെ നിന്നും കോച്ചിൽ കയറി ഏകദേശം 45 മിനിറ്റോളം യാത്ര ചെയ്ത് ഷാങ്ക്ലിൻ ബീച്ച് എന്ന ബീച്ചിൽ എത്തിച്ചേർന്നു. കുറേ വാഹനങ്ങൾ പാർക്ക് ചെയ്തിട്ടുണ്ട്. കുട്ടികൾക്ക് കളിക്കാനായി ഒരു ചെറിയ പാർക്കുമുണ്ട്. പൈറേറ്റ് കേവ് എന്നോ മറ്റോ പറയുന്ന കുട്ടികളെ ആകർഷിക്കാനുള്ള മനോഹരമായി ഒരുക്കിയ സ്ഥലം. എല്ലാവരുടെയും മുഖത്തൊരു മ്ലാനത കാണാം. സമയം 2 മണി കഴിഞ്ഞിരിക്കുന്നു. വിശപ്പിൻ്റെ വിളി കഠിനമായതിനാലാവാം അവിടെയുള്ളൊരു കഫേയിൽ കയറി ലഞ്ച് കഴിച്ചു. ലഞ്ച് കഴിച്ചു കഴിഞ്ഞപ്പോഴേക്കും എല്ലാവരും വീണ്ടും ചാർജായി. മനോഹരമായ നീണ്ട ഒരു ബീച്ചാണിത്. കുറേ ദൃശ്യങ്ങൾ ഒപ്പിയെടുക്കാൻ ആരംഭിച്ചു. ചെറിയ കുഞ്ഞോളങ്ങൾ അതിൻ്റെ കരങ്ങൾ കരയിലേക്ക് നീട്ടുന്നു. മുകളിലേക്ക് നോക്കിയപ്പോൾ കുട്ടികൾ അവരുടെ ഇഷ്ടവിഭവമായ ഐസ്ക്രീം നുണയുന്ന തിരക്കിലായിരുന്നു. ഈ ഫോട്ടോ സെഷനിലൊന്നും അവർക്ക് വലിയ താല്പര്യം കണ്ടില്ല. ഏകദേശം 3 മണിയോടുകൂടി കോച്ച് ഞങ്ങളെയും വഹിച്ചുകൊണ്ട് ഫിഷ് ബോൺ എന്ന പോർട്ട് ലക്ഷ്യമാക്കി കുതിച്ചു. ഏകദേശം 3:30 ആയപ്പോഴേക്കും അവിടെ എത്തി. വാഹനങ്ങൾ ഫെറിയിലേക്ക് കയറ്റാനുള്ള തിക്കുതിരക്കുകളാണ്. അങ്ങനെ ദൃശ്യവിസ്മയങ്ങളുടെ ഒരു പർദീസയായ ഐൽ ഓഫ് വൈറ്റ് എന്ന ദ്വീപിന്റെ ദൃശ്യങ്ങൾ പുറകിലാക്കി ഞങ്ങൾ വീണ്ടും ഫെറിയിലേക്ക്. കോച്ച് താഴെ പാർക്ക് ചെയ്തിട്ട് അപ്പർ ഡെക്കിലേക്ക് പോകാൻ നിർദ്ദേശം ലഭിച്ചു. അകലെ തെളിഞ്ഞ ആകാശത്ത് പതിയെ ഇരുളിമ പടരാൻ ആരംഭിച്ചിരിക്കുന്നു. 4 മണി കഴിഞ്ഞു.
പവർ ഡെക്കിലെ ഇളം മന്ദമരുന്നിനേറ്റ് 45 മിനിറ്റ് കടന്നുപോയത് അറിഞ്ഞില്ല. ചുറ്റിനും ശാന്തമായ കടൽ, ഏകദേശം തീരത്തേക്ക് അടുത്തിരിക്കുന്നു. വീണ്ടും UK-യിലെ മെയിൻ ലാൻഡിലേക്ക് ഞങ്ങളുടെ വാഹനം പതിയെ ഓടിച്ചിറക്കി. പോർട്സ്മൗത്തിനോട് വിട പറഞ്ഞ് ഞങ്ങളുടെ കോച്ച് ലണ്ടൻ ലക്ഷ്യമാക്കി കുതിച്ചു. എല്ലാവരും നല്ല ക്ഷീണത്തിലാണ്, ചിലരൊക്കെ ഉറങ്ങുന്നുമുണ്ട്. ആൾക്കാർക്ക് അവർക്കിഷ്ടപ്പെട്ട ഗാനങ്ങൾ പ്ലേ ചെയ്ത് കൊടുത്തുകൊണ്ട് ഞങ്ങളുടെ ഗൈഡ് പാർക്ക് അവരെ എൻകറേജ് ചെയ്യാൻ ശ്രമിക്കുന്നു. മിക്കവാറും എല്ലാം ഹിന്ദി സോങ്ങുകൾ തന്നെ. ഞങ്ങൾ 1-2 ഫാമിലി ഒഴികെയുള്ളവരെല്ലാം നോർത്ത് ഇന്ത്യൻസ് ആണ്. ഒരു മലയാളം സോങ് പ്ലേ ചെയ്യാൻ കുറെ നേരമായി ഞാൻ ആഗ്രഹിക്കുന്നു. അങ്ങനെ വിട്ടുകൊടുക്കാൻ പാടില്ലല്ലോ. ഇറങ്ങാറായപ്പോഴേക്കും ഞാൻ വേൽമുരുക ഹരോ ഹര എന്ന ഗാനം ആവശ്യപ്പെടുകയും അതെല്ലാവരും ചേർന്ന് ആസ്വദിക്കുകയും ചെയ്തത് മറക്കാനാവാത്ത ഒരു അനുഭവമായി മാറി. ഏകദേശം 7 മണിയോടുകൂടി സൗത്ത് ഹോളിൽ എത്തിച്ചേർന്നു. അവിടെ നിന്നും ലൈൻ ബസ് പിടിച്ച് ഓക്സ്ബ്രിഡ്ജിലേക്ക്. അങ്ങനെ അവിസ്മരണീയമായ വിസ്മയ കാഴ്ചകളുടെ അനുഭൂതി പകർന്നു തന്ന ഒരു ദിനം കൂടി അവസാനിക്കുന്നു. വീണ്ടും തിരക്കുകളുടെ ലോകത്തേക്ക്.